എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. നമ്മളിപ്പോ 2 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഒരു വളരെ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാണ്ഡവമേന്തി നടക്കുക UDF. അപ്പൊ KPC പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയാണ്, അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ എല്ലാവിധ അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കി. കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും അംഗത്വമല്ല, ഡിസ്മിസ് ചെയ്തു, സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയാണ്. ഇതൊക്കെ പറയാനൊരു ഉളുപ്പ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. MLA സ്ഥാനം രാജിവെക്കൂല. എന്താ രാജിവെക്കാത്ത? ഒരു MLA കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യാനാ ചങ്ങായിനെ കൊണ്ട് കഴിയുമോ? ഒരു 4 മനുഷ്യൻ കൂടുന്ന സ്ഥലത്തേക്ക് ഓൻ ഇറങ്ങാൻ പറ്റുമോ? ഒന്ന് തോന്നിക്കണ്ടേ. ഇന്ന് പാലക്കാട് ജില്ലക്ക് ഓനൊരു MLA ആയതുകൊണ്ട് ആ ജില്ല ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു ജില്ലയായി മാറി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും റോട്ടിൽ ഇറങ്ങാൻ പറ്റും. ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മളെ മാങ്കൂട്ടത്തിനെ MLA ആണ്. ഒരു കല്യാണത്തിന് ക്ഷണിക്കും. 7ഓളം ഉദ്ഘാടനങ്ങളിൽ നിന്ന് ഇപ്പൊ പുറത്താക്കി. ഒരു 4 മനുഷ്യന്റെ ഒരു സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ പറ്റുമോ? റോട്ടിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓനെ ജയിപ്പിക്കാൻ വേണ്ടി കണ്ട് STPക്കാരും പോപ്പുലർ ഫണ്ടൊക്കെ നല്ലോണം നയിച്ചീനോടെ പിന്തുണയും ജമാഅത്ത് ഇസ്ലാമിയും നിങ്ങളൊക്കെ പടച്ച റബ്ബ് കാത്താണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മാറാപ്പും കേരള സമൂഹം ഏറ്റെടുത്തിട്ടില്ല. കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥ PC ജോർജ് ആ സാധനം ഇപ്പോഴും ബസന്ത് ഊപ്പി അടക്കുക. നിങ്ങൾ പിന്തുണച്ച് നിങ്ങൾ പിന്നാലെ കൂടി ജയിപ്പിച്ചതൊക്കെ അവസാനം രണ്ടാനമ്മക്കുണ്ടായ മക്കളെ മാതിരിയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. അതൊന്ന് പഠിക്കുക. ഒന്ന് രണ്ടാമങ്ങൾ ആലോചിച്ച് നോക്കണ്ട ഒരു മനുഷ്യന്റെ അവസ്ഥ. പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് അവസാനം ഒരു സമരത്തിൽ പറഞ്ഞെന്താ അറിയോ, ഞാൻ അങ്ങോട്ട് വരും പിണറായി വിജയ, ഞാൻ വരും എന്നാ പറഞ്ഞേ. അപ്പൊ എന്റെ ബാപ്പാന്റെ പ്രായം അതിലേറെ പ്രായം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ സംസ്കാരം തൊണ്ട് നീക്കാത്ത അതുപോലെയൊക്കെയാണ് യുവ നേതാക്കൾ. KM ഷാജി പണ്ട് പറഞ്ഞു, പിണറായി വിജയ് പഞ്ചായത്ത് മെമ്പറാണോ, ഞാൻ ഇതാണ് അതാണ് പറഞ്ഞു. അതിന്റെ ശേഷം ഇപ്പൊ ഉത്തർക്ക പെരി തെങ്ങ് കടന്നുറക്കണ പണിയപ്പോ. ഇത് മനസ്സിലാക്കിയാൽ മതി നിങ്ങള്. CPM-നും ഇടതുപക്ഷത്തിനെയും പ്രത്യേകിച്ച് പിണറായി വിജയനും വെല്ലുവിളിച്ചോലൊക്കെ നാട്ടില് ഒരു തെരുവ് ജന്മമായിട്ടാണ് അവസാനം പോണത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനം നടത്തി വെല്ലുവിളിക്കാണ്. CPM പലതും നാറാൻ പോണുള്ളൂ. ഇതിലും മേലെ അന്നൊരു പെണ്ണ് പച്ച തെറി പറഞ്ഞ ഇന്നും വീഡിയോ കേരളത്തിൽ കിടക്കുന്നുണ്ട്. എന്നാ ഒരു മാനസാന്തരത്തിന് കേസ് കൊടുക്കണ്ടേ ആ പെണ്ണിന്റെ പേരില്? ഉളുപ്പില്ലാത്ത നേതാക്കന്മാർക്ക് എന്തും വിളിച്ചു വരാം. പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ട് എന്നോട് മറുപടി പറയാനൊന്നും വരൂല. അന്നൊരു പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഒരു രാഷ്ട്രീയ നേതാവായി കാണാൻ പോലും അദ്ദേഹം സ്ഥിരക്കില്ല. കാരണം എന്റെ ക്വാളിറ്റി അയാളെ ക്വാളിറ്റി രണ്ടും രണ്ടാ. എനിക്കറിയാലോ, കേരളത്തില് UDF പറഞ്ഞതില് നല്ല ഇനം ഒരൊറ്റെണ്ണല്ല, വേണോടത്ത് വീണ് കൂടില്ല. ഓൾക്ക് വോട്ട് ചെയ്യണ ജനങ്ങളിൽ നിൽക്ക പറയണതാ. സ്ത്രീകളായ കോൺഗ്രസിന്റെ 8ഓളം വനിതകള് ആ സാധനത്ത് തുടരരുത്, ഒരംഗത്തെ ഉണ്ടാകരുത്, MLA തന്നെ പാർട്ടിന്റെ ഒരു വേദിയിലും കയറ്റരുത് തരാം. പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മാങ്കൂട്ടം പറഞ്ഞ നിലമ്പൂരിൽ നമുക്കറിയാലോ, ഒരു പോലീസ് ഓഫീസർ റെയ്ഡ് രാത്രി 12 മണിക്ക് റെയ്ഡ് നടത്തിനും. അബ്ദുറഹ്മാന്റെ വണ്ടി ഒക്കെ ചെയ്തിക്കണ് മന്ത്രിയാ. ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടല്ലോ, അബ്ദുറഹ്മാന്റെ ബാഗും തുണിയും കുപ്പായും വണ്ടി ചെക്ക് ചെയ്തു. എന്തുകൊണ്ടാണ്? പോലീസിന് അതിൽ അധികാരമുണ്ട്. ഇത് UDF ഭരിക്കുകയാണെന്ന് വെച്ചാൽ ചാമ്പൽ കൊള്ള നടത്താനൊന്നും കേരളത്തിൽ പറ്റൂല. LDF ഭരിക്കണെന്ന് വെച്ചാൽ ഒരാളെയും നിയമത്തിന്റെ അപ്പുറത്തേക്ക് പോകാനായിക്കൂല. അപ്പൊ നിലമ്പൂര് രാത്രി വെള്ളപ്പും ദോശയിൽ നിന്ന് കോമാളി ആയിക്കാണ്ട് ഇതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിലമ്പൂർ തേക്കിന്റെ റോഡിൽ നിന്നാണ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴേ അവിടുന്ന് മടങ്ങി വരുമ്പോൾ ചെക്ക് ചെയ്ത് പറ്റിയില്ല. ഓനും സാഫി പറമ്പിലിനും. നിങ്ങൾ ആരാന്ന് നിങ്ങളെ വിചാരം? ആ ചെക്ക് ചെയ്ത് തന്നെ എന്റെ സർവീസിനനുസരിച്ചുള്ള പ്രതിഫലം അണക്ക് ഞാൻ തരുന്ന പറഞ്ഞേ. ഇപ്പൊ ഇന്ന് കാലത്തിന്റെ ചവിറ്റുകൊട്ടി കിടക്കുക ഓന്. റോട്ടിൽ ഇറങ്ങാൻ 4 മനസ്സിലോടത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒരു മനസ്സ് ആസ്പത്രിയിൽ പോയി വെക്കാൻ പറ്റുമോ? 6 ദിവസം 8 ദിവസമായിട്ട് പേരന്റെ ഉള്ളിലേ കിണ്ടി പാത്തിച്ചാരി പാത്തിച്ചേക്ക. എന്നിട്ട് അതിന് പ്രതിപക്ഷ നേതാവ് വേറൊരു വെല്ലുവിളി. അപ്പൊ നിങ്ങളോടൊക്കെ സത്യം പറയാം, UDF എന്ന് പറയണത് അറപ്പായി കാണുന്നുണ്ട് കേരളത്തിലെ ജനങ്ങള്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൊടുത്തരെ പറയാനുള്ളൂ. വെല്ലുവിളിയൊക്കെ ആകാം, പക്ഷെ എന്താ അറിയോ, ഇങ്ങേപ്പുറത്ത് 3/4 ഭാഗം നാറിക്കുമ്പോ നാറാത്തൊരുത്തനെ വെല്ലുവിളിക്കുമ്പോഴേ അതിന് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടോന്നുള്ളത് ഒന്ന് പരിശോധിച്ചാളി. ഇത്രേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവിനോട് കേട്ടോ.